Hi all. Darshana Academy RAINEET X-ray 2026 Biology Chapter Wise Analysis. കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും ഈ റീനീറ്റിന് എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എന്ന് നോക്കാം. കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും ഈ റീനീറ്റിന് 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ നീറ്റിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ. ഈ റീനീറ്റിന് 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 113. Which of the following statement related to pituitary gland are correct? പിറ്റ്യൂട്ടറി ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് ഈ താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ എത്ര എണ്ണം ശരിയായിട്ടുള്ളതുണ്ട് എന്നാണ് ചോദ്യം. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റും നോക്കാം. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു അനാട്ടമിക്കലി അഡിനോ ഹൈപ്പോഫൈസിസ് ആൻഡ് ന്യൂറോ ഹൈപ്പോഫൈസിസ്. നമുക്കറിയാം പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ രണ്ടായിട്ട് തിരിക്കുന്നു, അല്ലെങ്കിൽ 2 പാർട്ടുകളുണ്ട് എന്നും, അഡിനോ ഹൈപ്പോഫൈസിസ് അല്ലെങ്കിൽ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി റീജിയൻ എന്നും, 2 ന്യൂറോ ഹൈപ്പോഫൈസിസ് അല്ലെങ്കിൽ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറയുന്ന 2 ഭാഗങ്ങളുണ്ട്. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കറക്റ്റാണ്. അഡിനോ ഹൈപ്പോഫൈസിസും ന്യൂറോ ഹൈപ്പോഫൈസിസും അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്. ഇനി ബി ഓപ്ഷൻ നോക്കി. ഇറ്റ് സെക്രീറ്റ്സ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ FSH എന്ന് പറയുന്ന ഹോർമോൺ നമുക്കറിയാം, FSH. ആൻഡ് ആൻറ്റീരിയർ അല്ലെങ്കിൽ നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി റീജിയൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഈ പറയുന്ന ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ FSH എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷനും കറക്റ്റായിട്ടുള്ള ഓപ്ഷനാണ്. തേർഡ് ഓപ്ഷൻ നോക്കി, അല്ലെങ്കിൽ സി. ഇറ്റ് സെക്രീറ്റ്സ് മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. നോക്കി, മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ സെക്രീറ്റഡ് ബൈ ഇൻ്റർമീഡിയറ്റ് ലോബ് അല്ലെങ്കിൽ പാഴ്സ് ഇൻ്റർമീഡിയ എന്ന് പറയുന്ന ഭാഗം, അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പം തേർഡ് ഓപ്ഷനും കറക്റ്റ് ആയിട്ടുള്ളതാണ്. ആൻഡ് ദെൻ ലാസ്റ്റ് ഓപ്ഷൻ, ഇറ്റ് ഡസ് നോട്ട് സെക്രീറ്റ് പ്രോലാക്റ്റിൻ. പ്രോലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രോലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. നമുക്ക് നോക്കാം. പ്രോലാക്റ്റിനെയും സെക്രീറ്റ് ചെയ്യുന്നത് നമ്മളുടെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. അപ്പം ഈ ഡി എന്ന് പറയുന്നത് തെറ്റാണ്. അല്ലെങ്കിൽ പ്രോലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോണും പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എയും ബിയും സിയും ശരിയാണ്. അപ്പം ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ 3 ഇവിടുത്തെ. എ, ബി ആൻഡ് സി ഒള്ളി, അതാണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 എയും ബിയും സിയും ശരിയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 131. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ് എന്നായിരുന്നു ചോദ്യം. ഇതിനകത്ത് ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് നോക്കാം. എന്താണ് ഇതിനകത്ത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? നമുക്കറിയാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബീറ്റാ സെൽസ് ഓഫ് പാൻക്രിയാസ് സെക്രീറ്റ് ഇൻസുലിൻ. നമുക്കറിയാം നമ്മുടെ പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓർ ലാഗ്രാൻഡ്സ് എന്ന് പറയുന്ന സെൽസിനകത്ത്, അല്ലെങ്കിൽ അത് ആ റീജിയനിലുള്ള ബീറ്റാ സെൽസ്, ആൽഫ ആൻഡ് ബീറ്റാ സെൽസ് എന്ന് പറയുന്ന സെൽസ്. അപ്പം ബീറ്റാ സെൽസ്, നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? ബീറ്റാ സെൽസ് ഓഫ് പാൻക്രിയാസ് സെക്രീറ്റ് ഇൻസുലിൻ. ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബീറ്റാ സെൽസ് ആണ്. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ ശരിയാണ്. സെക്കൻഡ് ഓപ്ഷൻ, ആൽഫ സെൽസ് ഓഫ് പാൻക്രിയാസ് സെക്രീറ്റ്സ് ഗ്ലൂക്കോഗോൺ. ഗ്ലൂക്കോഗോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൽഫ സെൽസ് ആണെന്ന് പറയുന്നു. അതും ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. ദെൻ തേർഡ് നോക്കി, ആൽഫ സെൽസ് ഓഫ് പാൻക്രിയാസ് സെക്രീറ്റ് ഇൻസുലിൻ. നമ്മൾ ആദ്യം അതിൻ്റെ ഓപ്ഷൻ പറഞ്ഞാണ് ബീറ്റാ സെൽസ് ആണ് പാൻക്രിയാസിൻ്റെ അല്ലെങ്കിൽ ബീറ്റാ സെൽസ് ആണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം അത് തെറ്റ് ഓപ്ഷനാണ്. ദെൻ ഫോർത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഗ്ലൂക്കോഗോൺ സ്റ്റിമുലേറ്റ് ഗ്ലൈക്കോജീനോലൈസിസ്. ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്ന 2 ഹോർമോണുകളാണല്ലോ പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യാറ്, ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്ന ഹോർമോണാണ് നമ്മളുടെ ഗ്ലൈക്കോജീനോലൈസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ ഹെപ്പറ്റോസൈറ്റ്സ് അല്ലെങ്കിൽ ലിവർ സെൽസിൽ അല്ലെങ്കിൽ ലിവർ സെൽസിൽ ആക്ട് ചെയ്ത്, അല്ലെങ്കിൽ ഗ്ലൂക്കോഗോൺ ആക്ട്സ് ഓൺ ഹെപ്പറ്റോസൈറ്റ്സ് അല്ലെങ്കിൽ ലിവർ സെൽസിൽ ആക്ട് ചെയ്യുകയും അതുപോലെ ഇറ്റ് സ്റ്റിമുലേറ്റ് ഗ്ലൈക്കോജീനോലൈസിസ്. ഗ്ലൈക്കോജീനോലൈസിസ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജൻ ടു ഗ്ലൂക്കോസ്, ടു ഇൻക്രീസ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. അപ്പം അതും കറക്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ അവിടുത്തെ ഇൻകറക്റ്റ് ഓപ്ഷനാണ് നമ്മളോട് ചോദിച്ചിരുന്നത്. അപ്പോൾ ഇൻകറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് തേർഡാണ് ഇൻകറക്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് തേർഡ് വണ്ണാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ചോദ്യത്തിൻ്റെ ഉത്തരവും എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 177 ആയിരുന്നു. നോക്കാം. അവിടെ ഒരു എന്താണ് മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 കുറച്ച് ഹോർമോണുകളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ ലിസ്റ്റ് 2 എന്താണ് ചില പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഓരോന്ന്. എക്സസ് ഗ്രോത്ത് ഓഫ് അല്ലെങ്കിൽ എക്സസ് ഗ്രോത്ത് ഹോർമോൺ. ഗ്രോത്ത് ഹോർമോണിൻ്റെ അല്ലെങ്കിൽ എക്സസ് സെക്രീഷൻ കൊണ്ട് അല്ലെങ്കിൽ ഹൈപ്പർ സെക്രീഷൻ കൊണ്ട് നമുക്കറിയാം അക്രോമെഗാലി. നമുക്ക് എ എന്ന് പറയുന്ന ഏതാണ്? തേർഡ് വൺ, അക്രോമെഗാലി. അക്രോമെഗാലി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അഡൽട്ടിൽ എന്താണ് കോസസ്? എന്താണ്? അബ്നോർമൽ എൻലാർജ്മെൻറ്റ് ഓഫ് അല്ലെങ്കിൽ ബോൺസ് ഇൻ ദ ഫേസ്, ഹാൻഡ്, അതിനെയാണ് നമ്മൾ അക്രോമെഗാലി എന്ന് പറയാറ്. ദെൻ സെക്കൻഡ് അല്ലെങ്കിൽ ബി എന്ന് പറയുന്നത് എന്തായിരുന്നു? ലൂട്ടിനൈസിങ് ഹോർമോൺ, LH. ഇതെന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? നമ്മുടെ ഓവുലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണെന്ന് നമുക്കറിയാം. ഓവുലേഷൻ അല്ലെങ്കിൽ സഡൻ LH സെർച്ച് എന്ന് പറയുന്നത് എന്താണ്? ട്രിഗർ റപ്ചർ ഓഫ് അല്ലെങ്കിൽ നമ്മുടെ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്യാനും അതുവഴി എന്താണ് ഓവുലേഷനെ ഇൻഡ്യൂസ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ എന്താണ് നമുക്ക് അത് ഓവുലേഷനുമായിട്ട്. അപ്പം ഫോർത്ത് അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന 4. ദെൻ സി എന്ന് നോക്കിയേ. സി എന്ന് പറയുന്നത് ഏതാണ്? വാസോപ്രസിൻ എന്ന് പറയാം, അല്ലെങ്കിൽ ആൻറ്റി ഡയററ്റിക് ഹോർമോൺ അല്ലെങ്കിൽ ADH എന്ന് പറയും. അത് നമ്മുടെ എന്താണ് ആക്ട് ഓൺ ദ റീനൽ ട്യൂബ്യൂൾ. അതുവഴി എന്താണ് അത് നമ്മളുടെ റീഅബ്സോർഷൻ ഓഫ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ്സ് ഇൻ കിഡ്നി, അല്ലെ കിഡ്നി ട്യൂബ്യൂൾസിലൊക്കെ എന്താണ് നമ്മുടെ ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വാട്ടറിൻ്റെയും അതുപോലെ ഇലക്ട്രോലൈറ്റ്സിൻ്റെയും അബ്സോർഷനെ എന്താണ് റീഅബ്സോർഷനെ എന്താണ് അത് പിന്നെ സ്റ്റിമുലേറ്റ് ചെയ്യുക. അപ്പം സി എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഓപ്ഷൻ. ഡി നോക്കി. ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ. ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ നമുക്കറിയാം ആക്ട് ഓൺ സ്മൂത്ത് മസിൽസ് ഓഫ് എന്താണ് നമ്മുടെ യൂട്രസിൻ്റെ ഉള്ളിൽ എന്താണ് സ്മൂത്ത് മസിൽസിൻ്റെ കോൺട്രാക്ഷനെ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുവഴിയല്ല നമ്മൾ കൺട്രാക്ഷൻ ഓഫ് യൂട്രസ് ഡ്യൂറിങ് ദ ചൈൽഡ് ബർത്ത്, ആ സമയത്ത് എന്താണ് ഓക്സിറ്റോസിൻ്റെ പ്രൊഡക്ഷൻ കൊണ്ടാണ് ഉള്ളിലുള്ള എന്താണ് ആ മസിൽസിൻ്റെ കോൺട്രാക്ഷൻ കൊണ്ടാണ് ചൈൽഡ് ബർത്ത് സംഭവിക്കാറ്. അപ്പം അതാണ് സെക്കൻഡ്. അപ്പോൾ ഇവിടെ നോക്കി. എ എന്ന് പറയുന്നത് 3, ദെൻ ബി എന്ന് പറയുന്നത് 4, ദെൻ സി എന്ന് പറയുന്ന 1 ആൻഡ് ഡി 2. ഇവിടുത്തെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 3 ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ 3 ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അപ്പം ഈ 3 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് ഈ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞ ഭാഗത്തുനിന്ന് ചോദിച്ചിരുന്ന ഈ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ 3 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കിട്ടി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, മറ്റൊരു ചാപ്റ്ററുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.